അമേരിക്ക, അതായത് USA ആണ് ഈ 2026 വേൾഡ് കപ്പിലെ കറുത്ത കുതിരകൾ, ദ ഡാർക്ക് ഹോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, എനിക്കെന്തോ ഈ മാച്ച് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. എനിക്ക് മാത്രം തോന്നുകയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ടാം ദിവസത്തെ മത്സരത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഈസ് RJ ആന്റപ്പൻ. യെസ്, അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് പുതിയ ചാനലാണ്. സോ വേൾഡ് കപ്പ് സീരീസിൽ നമ്മൾ മാക്സിമം എല്ലാ ദിവസങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്തു തരേണ്ട ഒരേ ഒരു സഹായം, ഒന്ന് ഫോളോ ചെയ്തിടുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങളുടെ ഫീൽഡിലേക്ക് തന്നെ കയറിക്കോളും എന്നുള്ളൊരു റിമൈൻഡർ ഇട്ടുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. USA സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര വിജയം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇതൊരു ചരിത്ര വിജയമാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1930 ശേഷം അവരാദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ തന്നെ 4 ഗോളുകൾ അടിക്കുന്നത് എന്നുള്ളതാണ്. അതും പരാഗ്വേ പോലൊരു ടീമിനെതിരെയാണ് അവർ ഈ ഇനോഗ്രൽ മാച്ചിൽ അവർക്കത് ചെയ്യാനായിട്ട് സാധിച്ചത്. എസ്പെഷ്യലി ഈ ഇനോഗ്രൽ മാച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. കാര്യം 3 ഹോസ്റ്റിംഗ് നേഷൻ ഉണ്ട്: മെക്സിക്കോ, കാനഡ ആൻഡ് USA. സോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ USAയുടെ മണ്ണിലാണ് നടന്നത്. അതിനേക്കാളും അത്ഭുതമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റേഡിയമാണ് സോഫി സ്റ്റേഡിയം. ആൻഡ് അവിടെ വെച്ചാണ് ആ മത്സരം നടന്നത് കേട്ടോ. USA നടക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാമായിരുന്നു ഈ സ്റ്റേഡിയത്തിൽ എന്തായാലും കളി വരും എന്നുള്ളത്. പക്ഷേ ഈ ആദ്യ മത്സരം അവിടെയാണ് നടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. പക്ഷെ മാച്ച് കണ്ടു തുടങ്ങിയപ്പോൾ നിങ്ങൾക്കൊക്കെ ആ ഒരു ഇത് കാണുമ്പോൾ ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. സ്റ്റേഡിയം ആയിരുന്നു അത്. ഗംഭീര സ്റ്റേഡിയം അല്ലേ, ഒന്നും പറയാനില്ല, അടിപൊളി സ്റ്റേഡിയം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് അപ്പോൾ സ്റ്റേഡിയത്തിനൊക്കെ ഇത്രയൊക്കെ പൊക്കി പറയേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്നുള്ളത്. പേഴ്സണലി എനിക്കത് അങ്ങനെ തോന്നാനുള്ളൊരു റീസൺ മേ ബി നമ്മൾ ഇന്ത്യയിൽ നിന്നായതുകൊണ്ടും നമ്മൾ കേരളത്തിൽ നിന്നായതുകൊണ്ടും ആണെന്നൊക്കെ തോന്നുന്നു. ഇതുപോലുള്ളൊരു സ്റ്റേഡിയം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും എല്ലാ ഫിഫ സ്റ്റാൻഡേർഡ്സും, ഞാൻ പറയാനുള്ള എല്ലാ ഫിഫ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേഡിയമൊക്കെ വരാൻ ആർക്കാടാ കൊതിയില്ലാത്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്രയോ പുറകിലാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതെൻ്റെ ഒരു വിഷമം പറഞ്ഞു എന്നേ ഉള്ളൂ. USA മണ്ണിൽ കളി നടക്കുന്നതിലും അവരുടെ പല പൊളിറ്റിക്കൽ സംഭവങ്ങളിലും ഒന്നും വലിയ യോജിപ്പുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ USA തോക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എന്നിട്ടും ഈ വീഡിയോയിൽ ഞാൻ അമേരിക്കനെ, അതായത് USAനെ ദ ഡാർക്ക് ഹോഴ്സസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കാര്യം ഞാൻ വിചാരിച്ചതിനേക്കാളും ഗംഭീര തുടക്കമാണ് USA നടത്തിയത്. എന്തുകൊണ്ട് നമ്മൾ ഈ ഡാർക്ക് ഹോഴ്സ് എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഫേവറേറ്റ്സ് അല്ലാതെ ഈ സീസണിൽ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ച വെക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു ടീം വന്ന് പെട്ടെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയാൽ അതിനെ നമ്മൾ എന്ത് പറയും? കറുത്ത കുതിരകൾ, ദ ഡാർക്ക് ഹോഴ്സസ് എന്ന് വിളിക്കും. അങ്ങനെയാണ് ഞാൻ ഈ USA അങ്ങനെ കൊണ്ടുവന്നതെന്നുള്ളൂ കേട്ടോ. അതിൽ കാര്യം എനിക്ക് പറയാൻ തോന്നിയത്, ഈ 4 ഗോളും ഒന്നിനൊന്ന് മികച്ച ഗോളാണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് 4ാമത്തെ ഗോളാണ് കേട്ടോ. എങ്ങനെ ഗംഭീര സാധനമായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും USA എന്തോ ഗംഭീര ടീമാണ്, അടിപൊളി സംഭവമാണെന്നുള്ളത്. പക്ഷേ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ലെങ്കിലും പരാഗ്വേ എന്ന് പറയുന്നൊരു ടീം അത്യാവശ്യം അടിപൊളി ടീമായിരുന്നു. അവർക്കിത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പല സ്ഥലങ്ങളിലും അവർ ഡിഫെൻസീവ്ലി നല്ല ഫ്ലോപ്പായിരുന്നു. ആൻഡ് അതെല്ലാം കൃത്യമായിട്ട് USA കൺവേർട്ട് ചെയ്തു. ആൻഡ് ടു ബി ഓണസ്റ്റ്, രണ്ടാമത്തെ മത്സരമായിട്ടുള്ള USA പരാഗ്വേ മത്സരത്തിൽ ഒരു അപ്പർ ഹാൻഡ് മൊത്തത്തിൽ ആർക്കായിരുന്നു? USAക്കായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ആദ്യ മത്സരം വന്നത് മറ്റൊരു ഹോസ്റ്റിംഗ് നേഷനായിട്ടുള്ള കാനഡയും ഈ പറയുന്ന പോലെ ബോസ്നിയയും തമ്മിലാണ്. ബോസ്നിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഇറ്റലിയെ അടിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രാജകീയ പരിവേഷമൊക്കെ ഉണ്ട്, ഒരു ഹീറോ പരിവേഷമുണ്ട് അല്ലേ. അപ്പോൾ അപ്പുറത്തേക്ക് കാനഡയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പറിൽ ബോസ്നിയേക്കാളും ഒക്കെ വലിയ പൊസിഷനിലും പേപ്പറിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ആര്? കാനഡ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ആദ്യ മത്സരത്തിൽ ഒരു 60 മിനിറ്റോളം ഡോമിനൻസ് കീപ്പ് ചെയ്തത് ബോസ്നിയ തന്നെയാണെന്നുള്ളതാണ്. നല്ല രീതിയിൽ അവർ ഡിഫെൻസ് ചെയ്തു. ഒരുപാട് കാനഡയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം എന്ത് ചെയ്തു? തടയിട്ടു എന്നുള്ളതാണ്. ചരിത്രത്തിൽ നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, കാനഡയ്ക്ക് ഇതുവരേക്കും ഒരു വിജയം വേൾഡ് കപ്പിൻ്റെ സ്റ്റേജിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് ഈ മത്സരത്തിലും അങ്ങനെ തന്നെയായിരുന്നു. തോറ്റില്ല എന്നുള്ളതൊരു അത്ഭുതമാണ്. കാരണം എല്ലാ മത്സരങ്ങളും തോറ്റിട്ടാണ് അവർ വന്നിട്ടുള്ളത് കേട്ടോ, വേൾഡ് കപ്പിലെ സ്റ്റേജിൽ മാത്രം. അപ്പോൾ അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആദ്യ പോയിൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസിഡൻറ്റും കൂടെയാണ് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാം.
മറ്റൊരു കാര്യം കാനഡയുടെയും ഈ പറയുന്ന പോലെ തന്നെ ബോസ്നിയയുടെയും കാര്യത്തിൽ എനിക്ക് തോന്നിയത്, ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാനഡ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ഇതെല്ലാം ഒരു 60 മിനിറ്റ് 70 മിനിറ്റ് വരേക്കും ആർക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു? ബോസ്നിയയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ എവിടെയാണ് ആ കളിയിലെ മാറ്റം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ കോച്ചിൻ്റെ ടാക്ടിക്കൽ ബ്രില്യൻസ് എന്ന് പറയില്ലേ. അപ്പുറത്ത് കാനഡ അറ്റാക്കിംഗ് സൈഡ് ഇച്ചിരി സ്ലോ ആയി തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ട് മാറ്റി സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു, അറ്റാക്കിംഗ് സ്ട്രോങ് ആക്കി. എന്നാൽ ഇപ്പുറത്തേക്ക് ഡിഫെൻസീവ്ലി അവരുടെ പ്ലേയേഴ്സ് കുറച്ച് കിതച്ച് തുടങ്ങിയിട്ടും നല്ല രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ല വരുത്തിയതെന്ന് പേഴ്സണലി എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ബോസ്നിയയ്ക്ക് കയ്യിലിരുന്നൊരു മത്സരം, അല്ലെങ്കിൽ ഡിഫെൻസീവ്ലി ചിലപ്പോൾ 1-0 ജയിക്കാമായിരുന്നൊരു മത്സരം അവസാനം സമനിലയിൽ അവസാനിച്ചത് എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ടായി. കുറച്ച് കൂടുതലായിട്ട് ഞാൻ പേഴ്സണലി പറയുന്നുണ്ട്, എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. 2 മത്സരങ്ങളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യത ഈ പറയുന്ന പോലെ തന്നെ USA ആണ്. ടേബിൾ ടോപ്പേഴ്സായി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ റൗണ്ട് ഓഫ് 32ലും റൗണ്ട് ഓഫ് 16ലേക്കും പോകുന്നു ഞാൻ വിചാരിക്കുന്നു. 32 കയറി കിടക്കണം എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. ഐവറി കോസ്റ്റോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ വരിക, അതും അവരടിച്ചിട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് 2026 ഡാർക്ക് ഹോഴ്സസ് പട്ടികയിൽ ഒരാളായി മാറാൻ എന്തായാലും USAക്ക് ഇപ്പോൾ ആദ്യത്തെ മത്സരം കൊണ്ട് തന്നെ സാധിച്ചു. ആൻഡ് ദേ മെയ്ഡ് എ ബിഗ് സ്റ്റേറ്റ്മെൻറ്റ് ടു. അടിപൊളിയായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലടാ, 4 ഗോളുകളൊക്കെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുവരെയുള്ള മത്സരങ്ങളിൽ ദാറ്റ് ഈസ് എ മാസീവ് ഷോ. ആൻഡ് പോച്ചിറ്റീനോ ആളൊരിച്ചിരി അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മറ്റേ ചാമ്പ്യൻസ് ലീഗിൽ പുള്ളി ടോട്ടനമിനെ കൊണ്ട് ഫൈനൽ വരെ എത്തിച്ചിട്ടുണ്ട്. അതും നമ്മുടെ ആംസ്റ്റർഡാമിലെ അജാക്സിനെ, അന്നത്തെ ഏറ്റവും ബെസ്റ്റ് ഡാർക്ക് ഹോഴ്സസ് ആയിട്ടുള്ള അജാക്സിനെ അടിച്ചിട്ടാണ് അവർ ഫൈനലിലേക്ക് വരുന്നത്. പക്ഷേ ഫൈനലിൽ തോറ്റുപോയെങ്കിൽ പോലും പോച്ചിറ്റീനോ നമുക്കങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്നൊരു കോച്ചൊന്നുമല്ല. അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു USA എന്തുകൊണ്ടും ചിലപ്പോൾ ഒരു ഡാർക്ക് ഹോഴ്സസ് ഈ 2026 വേൾഡ് കപ്പിലെ കൂടായികയില്ല എന്ന് എനിക്കൊരു തോന്നലൊക്കെ വന്നു തുടങ്ങിയിട്ട് ആദ്യ മത്സരം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. എന്താണ് നിങ്ങൾക്ക് ഈ മത്സരത്തിൽ കണ്ടിട്ട് തോന്നിയത്, ഈ 2 മത്സരങ്ങളും കണ്ടിട്ട് തോന്നിയെന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വേൾഡ് കപ്പാണ്, കൂടി സപ്പോർട്ട് ചെയ്യണ കാര്യം മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ചിൽ കുപ്പിച്ചിൽ. ഇന്നത്തെ മത്സരങ്ങളാണ് മോനെ മത്സരം. ബ്രസീൽ മൊറോക്കോ എന്ത് തോന്നുന്നു എന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രഡിക്ഷൻ പോലെ കമൻറ്റ് ഇട്ടോ.